അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഹ്ലൻ ബിക്കും വസഹ്ലൻ മർഹബൻ ലക്കും ഇലാ ഖനാതിന. UGC നെറ്റ് അറബിക് ലാംഗ്വേജ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. 7th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അൽ അദബുൽ അറബി അൽ ഹദീസ്. മഹ്മൂദ് ദർവേഷ് ബിലാദി അൽ ബഈദതു അന്നി കഖൽബി ബിലാദി അൽ ഖരീബതു മിന്നി കസിജ്നി തുടങ്ങി ഫലസ്തീൻ മോചനത്തിനു വേണ്ടി തൻ്റെ സാഹിത്യത്തിലൂടെ കവിതയിലൂടെ പോരാടിയ കവിയാണ്, ഫലസ്തീനി കവിയാണ് മഹ്മൂദ് ദർവേഷ്. 1942 ഫലസ്തീനിലെ ബർവയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 2008 അമേരിക്കയിലെ ഹോസ്റ്റണിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. മിൻ ഉദബ ഇൽ മുഖാവമ, അദബുൽ മുഖാവമയിൽപ്പെട്ട പ്രസിദ്ധനായ കവിയാണ് മഹ്മൂദ് ദർവേഷ്. ഷാഇറുൽ ജുർഹുൽ ഫലസ്തീനി എന്ന അപരനാമത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നു. ദൈർ അസദിൽ വെച്ച് അദ്ദേഹം ഇബ്തിദായിയ പഠനം നിർവഹിക്കുന്നു. തുടർന്ന് തൻ്റെ 6-ാം വയസ്സിൽ തൻ്റെ ജന്മനാടായ ബർവയെ ഇസ്രായേലി സൈന്യം കീഴ്പ്പെടുത്തിയത് കാരണത്താൽ കുടുംബത്തോടൊപ്പം ലെബനാനിലേക്ക് യാത്ര ചെയ്യുന്നു. കാലങ്ങൾക്ക് ശേഷം ബർവയിലേക്ക് തൻ്റെ കുടുംബം മടങ്ങി വരുന്നുണ്ടെങ്കിലും തകർന്ന് തരിപ്പണമായ ബർവ ജനവാസയോഗ്യമല്ലായിരുന്നു. അതിനുശേഷം ജദീദ എന്ന ഗ്രാമത്തിലേക്ക് അവർ യാത്ര ചെയ്യുന്നു. അപ്പോഴും മഹ്മൂദ് ദർവേഷ് തൻ്റെ സാനവിയ പഠനവുമായി ഹൈഫയിലായിരുന്നു 10 വർഷത്തോളം താമസിച്ചിരുന്നത്. പഠനത്തിന് ശേഷം ഉളുവുൽ ഹിസ്ബി ശിയൂഇ അൽ ഇസ്രാഈലിയായി രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അൽ ഇത്തിഹാദ് വൽ ജദീദ് തുടങ്ങി 2 പ്രസിദ്ധീകരണങ്ങൾ, പത്രങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഉഅ്തുഖില ബിഖുവാത്തിൽ ഇഹ്തിലാലി സുഹ്യൂനി മറാത്ത്, ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തെ ഇസ്രായേലി ശക്തികൾ ജയിലിലടച്ചിട്ടുണ്ട്. റുഫില ദുഖൂലുഹു ഇല പാരീസ്, 1968 അദ്ദേഹം പാരീസിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയും തടസ്സപ്പെട്ടിട്ടുണ്ട്. അതേ തുടർന്ന് 1970 മോസ്കോയിലേക്കും തുടർന്ന് കൈറോയിലേക്കും അദ്ദേഹം യാത്ര ചെയ്യുന്നു. കൈറോയിൽ നിന്നാണ് ഒരുപാട് കവിതകളും കവികളുമായി അദ്ദേഹം ബന്ധപ്പെടുന്നത്. അതിനുശേഷം ബൈറൂത്തിലേക്കും ശേഷം ഡെമസ്കസിലേക്കും പിന്നീട് തൂനിസിലേക്കും അദ്ദേഹം യാത്ര ചെയ്യുന്നു. കുറച്ചു കാലത്തിന് ശേഷം തൂനിസിൽ നിന്ന് പാരീസിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്. തുടർന്ന് ഒരുപാട് യാത്രകൾ നടത്തുന്നുണ്ടെങ്കിലും 10 വർഷത്തോളം പാരീസിൽ തന്നെ അദ്ദേഹം ജീവിക്കുന്നു. പ്രതിരോധ സാഹിത്യത്തിൻ്റെ വക്താവായി ഗണിക്കപ്പെടുന്ന മഹ്മൂദ് ദർവേഷ് ഒരുപാട് സാഹിത്യ കൃതികൾ അറബി ഭാഷയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ശിഅർ, അദ്ദേഹത്തിൻ്റെ പദ്യസാഹിത്യങ്ങൾ, അസാഫീറുൻ ബില അജ്നിഹ, ഔറാഖു സൈത്തൂൻ, ആഷിഖും മിൻ ഫിലസ്തീൻ, ആഖിറുൽ ലൈൽ, യൗമിയാത്തു ജുർഹിൻ ഫലസ്തീനിയിൻ, അൽ അസാഫീറു തമൂതു ഫിൽ ജലീൽ, ഹബീബതി തൻഹദു മിൻ നൗമിഹ, ഉഹിബ്ബുക ഔ ലാ ഉഹിബ്ബുക, മുഹാവലതു റഖ്മി സബ്അ, അഅറാസ്, മദീഹുൽ ളില്ലിൽ ആലി, ഹിയ ഉഗ്നിയത്തുൻ ഹിയ ഉഗ്നിയ, വർദുൻ അഖൽ, അറാ മാ ഉരീദ്, 11 കൗകബൻ, ലാ തഅ്തദിർ അമ്മാ ഫഅൽത, ലിമാദാ തറക്ത ഹിസാനക വഹീദൻ. നസ്ർ, അദ്ദേഹത്തിൻ്റെ ഗദ്യസാഹിത്യങ്ങൾ, ശൈഉൻ അനിൽ വതൻ, യൗമിയാത്തുൽ ഹുസ്നിൽ ആദി, വിദാഅൻ അയ്യതുഹൽ അർബ്, വിദാഅൻ അയ്യുഹസ് സലാം, ദാകിറത്തുൽ ലിൽ ഇൻസാൻ, ഫീ വസ്ഫി ഹാലതിന, ഫീ ഹളറത്തിൽ ഗിയാബ്, അസറുൽ ഫറാശ, ലാ ഉരീദു ലിഹാദിൽ ഖസീദത്തി അൻ തൻതഹി എന്ന അദ്ദേഹത്തിൻ്റെ ദീവാൻ അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷമാണ് സമാഹരിച്ചിട്ടുള്ളത്.